അപ്പൊ മക്കളെ ജിസാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഇന്നിപ്പോ കുറച്ച് മീൻ കിട്ടിക്കണം കേട്ടോ. അപ്പൊ നമ്മള് അത് ഗ്രില്ല് ചെയ്യാൻ പോകും. എന്നാൽ നമ്മൾ അൽഫാമൊക്കെ ഗ്രില്ല് ചെയ്തില്ല, അതേപോലെ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. എന്ത് മീനാ അറിയില്ല, പാടത്തുനിന്ന് കുട്ടികളെ പിടിച്ചോണ്ട് നമ്മൾ കണ്ടത് 100 മീനുണ്ട്. കണ്ടിട്ട് കരിമീൻ പോലെ എന്താണ് തോന്നിയത്. അപ്പൊ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന വിശേഷങ്ങൾ കിടക്കാം. അതിന് മുന്നായിട്ട് നമ്മളെ കിളികളൊന്ന് കണ്ടോളിട്ടോ. എനിക്ക് എപ്പോഴും കാണിക്കണം, എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവിടെ ഒറ്റങ്ങൾ കൂടുണ്ടാക്കിയേനു കേട്ടോ അവിടെ. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരും. ഓക്കെ, എന്നിട്ട് ബാക്കി 5 വന്നാലും ബാക്കിയുണ്ട്. 14-15 ദിവസം മേടിച്ചതാരണേ. ഞാനൊരു ഞാനും മേടിച്ചത് പണ്ടിറക്കിയത് അളിയനാണ്. ഓക്കെ, ചാർക്കോള് ഞാനാണ് ഇറക്കണത്. ചാർക്കോള് നമുക്ക് ഞങ്ങൾ എടുത്തതിന് ശേഷം ബാക്കി വലുതുണ്ടെങ്കിൽ നീ ബ്ലോഗില് ഇത് നന്ദ നേന തങ്കച്ചി നേന വിജയ് കുട്ടി തെറ്റായാ? ഇല്ല, സങ്കടത്തിലാ. ജോന് ഒരു 3 മണിക്ക് നിൽക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ ടൈം 5 മണിയായി. ഒരു കുട്ടിയെ പോലും കണ്ടിട്ട് ഞാൻ പറഞ്ഞു. സ്കൂൾ ബസ്സൊക്കെയാണ് എന്നോട് പറഞ്ഞു ഫുള്ള് കുട്ടികളാണ്. സ്കൂൾ ബസ്സിൽ പിന്നെ കുട്ടികളെല്ലാം ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് ഒരു 5 ദിവസം നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ആ എനിക്ക് പാർക്ക് തോന്നിയ ഒരു കുട്ടിയെ കണ്ടിട്ട് ജോൻ പറഞ്ഞു. അപ്പൊ കർണാടകക്കാരോട് ശ്രദ്ധയ്ക്ക്, കർണാടകയിൽ എവിടെയെങ്കിലും ഒരു നല്ലൊരു ചെക്കനാട്ടോ. ആരെ ഉണ്ടെങ്കിലും പറയാ. റിപ്പോർട്ട് എടാ, എന്റെ ഇൻസ്റ്റന്റ് ഐഡിയ എന്താണ്? ആ പറയില്ലേ? വിജയ് 7 ആ. 20 ദിവസം എക്സ്പയർഡ് ആയ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 20 ദിവസം ഞാൻ പറഞ്ഞില്ല അപ്പോഴാ അതിന് ചോയ ഉണ്ട്. 20 ദിവസത്താണ് എക്സ്പയർഡ് ആയത്. മേടിക്കാൻ പോണേ. അപ്പൊ അത് മാർഗത്തെ തിന്ന് മിച്ചറൊക്കെ ഞാൻ തിന്നടൂ. ഞാൻ തിന്ന് മുബാരൽ എനിക്ക് തന്നത് എക്സ്പയർ ആയ മിച്ചർ തിന്നിക്കണ. തിന്നുമ്പോളെ എന്നോട് പറഞ്ഞ ഒരു ടേസ്റ്റ് മാറ്റുണ്ട്. ഇജല്ല വാരി തിന്നീന്റെ ഇങ്ങോട്ടും എനിക്കറിയാതെ. അഷിക്ക് മീൻ വേണ്ടേ? മീൻ ഗ്രില്ല് ചെയ്യോ? അല്ലേ? ഗ്രിഡ് ചെയ്തത് ഇന്നലത്തെ മാതിരി അതല്ല, നാളെ നമ്മള് വേഗം കഴിഞ്ഞില്ല പരിപാടി. വേഗം കഴിയും. നമ്മള് മസാല അല്ല, മസാല നോക്കി വെച്ചാണ്. എന്താണ് അതൊരു വെറൈറ്റി മസാല നമ്മൾ പിടിക്കും. എന്താണ് പറയും, ഇൻസ്റ്റാഗ്രാമിൽ ഐഡിയ പറയും. എന്താ ആ, ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഒരു 10 മുതൽ 50 വയസ്സ് വരെ ഞാൻ ഓക്കെയാണ്. അതിന്റെ ഐഡി വിജയ് 7 എന്ന് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. നല്ലൊരു തങ്കപ്പെട്ട ചെക്കനാണ്. ആരേണ്ട അതേപോലെ മുബാരിസിന്റെ കല്യാണം നോക്കണ്ടേ. അപ്പൊ ചൗക്കത്തിന് പെണ്ണ് കിട്ടൂലെന്നാണ്. പിന്നെ അല്ല, മുബാരിസിന്റെ കല്യാണം നോക്കണ്ടേ, സീരിയസ് ആയിട്ട് നോക്കണ്ടേ. അപ്പൊ നല്ല കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളെ പറയാം. അല്ല, കൊണ്ടോട്ടിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കണം കേട്ടോ. കൊണ്ടോട്ടിന്റെ ഇപ്പൊ അടുത്തുണ്ടാവും. കൊണ്ടോട്ടിന്റെ കല്യാണത്തിനൊരു ആഗ്രഹം പറഞ്ഞു. എനിക്ക് കല്യാണത്തിനോടൊരു ആഗ്രഹമില്ല. അല്ല, ഇവന് സ്വർണ്ണക്കടക്കാരനാട്ടോ. പക്ഷെ 10 പവന്മാർ ഓൾറെഡി പെണ്ണിന് കോടീശ്വരൻ. അല്ല മുബാരിയ, ഞാൻ ചോദിക്കട്ടെ, ഈ കടയില് ഓൾറെഡി നിക്കാന് വേണ്ടി 10 പവൻ മാരെടുത്ത ഒരേ ഒരു വ്യക്തിയാണ്. എത്ര ഫാക്ടറി ഉണ്ട്? ഒക്കെ ഇതെല്ലാം പറയും. ഇല്ല വരെ എത്ര ഫാക്ടറി ഉണ്ട്? വലുത്. അല്ല, കല്യാണത്തിന് മുന്നേ 10 പവൻ മാരെടുത്ത ഒരേ ഒരു വ്യക്തി ഒക്കത്ത്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ. ഞാൻ മീൻ പൊരിക്കാൻ പോകണം. നമ്മൾ ഫുൾ ലാവിഷായിരിച്ച് ഇപ്പൊ കടക്ക് പൂട്ടി നമ്മൾ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മള് ചൗക്കത്ത മീനൊക്കെ ഏകദേശം സെറ്റ് ആക്കി വെച്ചാണ്. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാണ്ട് പോണേ, പൊരിക്കാനല്ല. നമ്മൾ മേലെ പോയിക്കാണ്ട് ഗ്രില്ല് ചെയ്യാൻ. TV ഒക്കെ പുറത്തേക്ക് ഇറക്കി പാട്ടൊക്കെ ഇട്ടുകാണ്ട് ഒരു വൈബില്ല. അങ്ങോട്ട് ഇടക്ക് വൈബാണ് കേട്ടോ. നമ്മൾ എപ്പോഴും പണിയെടുത്താൽ മാത്രം പോലെ എൻജോയ് ചെയ്യണം നമ്മളെ ലൈഫ്. ഇതാട്ടോ ഫ്രഷ് മീനാട്ടോ, ഭയങ്കര ഫ്രഷ് മീനാണ്. പിടിച്ചു കൊടുന്നപ്പോ ഒരു ചെക്കൻ്റെ നമ്മൾ വാങ്ങിയതാണ്. അപ്പൊ നല്ല ചോദിക്കണ കായ് കൊടുത്തുകൊണ്ട് ഒരു വാങ്ങിയ ആളെ ഞാൻ ആയിക്കോട്ടെ, ആരാണെങ്കിലും നമ്മള് വാങ്ങി. പ്രത്യേകം പറയും. നല്ല മീനാട്ടോ. അതിന് കരിമീൻ എന്ന് പറയാ. കരിമീനല്ല, ഇതാണ് കർണാടക ജിലേബി എന്ന് പറയല്ലേ. നമ്മളെ നാട്ടില് സിലോപ്പി എന്നാ പറയാ.
ഈ സാധനത്തിന് പല നാട്ടിലും പല പേരാണ് കേട്ടോ. അപ്പോ നിങ്ങളുടെ നാട്ടിൽ ഏതാ പേരെന്നുള്ള നിങ്ങൾ പറയാ, കമന്റ് ബോക്സിൽ നിങ്ങൾ പറയാം നിങ്ങളുടെ നാട്ടിൽ ഏതാ പേരെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കുറെ ആൾക്കാർ ഈ മീൻ കൂട്ടൂല, സിലോപ്പി പറഞ്ഞ മീൻ കുറെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വറ്റിച്ചാലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഒരു കൈപ്പത്തിന്റെ അത്ര വലിപ്പം കിട്ടാം. ഏതാ മുതലേ ഫ്രഷ് കിട്ടണമെങ്കിൽ ലാഭം. ഫ്രഷ് സാധനം. അടുത്ത പ്രാവശ്യം നിസാന ഇങ്ങനത്തെ പരിപാടിക്ക് വരുമ്പോൾ നല്ല മൂർച്ചുള്ള ടൂൾസ് വേണല്ലോ. സിംഗിൾ മീൻ ഒരു 4 കിലോ വരെ. അടുത്ത നമ്മള് വലിയ പരിപാടിയാണ്. വലിയ സിംഗിൾ മീൻ വാങ്ങിയാണ് ഫുള്ള് ഗ്രില്ലിങ്. ഈ ഫുള്ള് ഗ്രില്ലിങ് എന്നിട്ട് മന്തി റൈസ് കൊണ്ട് വെച്ചാണ് ഇങ്ങനെ ഒരു വായന കുഴമ്പ്. അതിന്റെ മേലെ ഒറ്റ സിംഗിൾ മീൻ. സാധനം പവറാണ് മക്കളുടെ ഡൈനാമിക് പ്രീ വർക്കൗട്ട് എല്ലാരും മേടിച്ചോളി. മിസ്റ്റർ മലപ്പുറം എന്ന് പറഞ്ഞ ഓർച്ചോ രാവിലെ ഇല്ല. ഞാൻ രാവിലെ ജയിച്ചപ്പോ അനീസിനെ തോണ്ടി. അനീസൻ ജിമ്മിന് വന്നില്ല, ഇന്നില്ല രാവിലെ. എന്താ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു. ഇന്ന് രാവിലെ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി നോക്കി എടുക്കാൻ നേരം മതി. അപ്പൊ രാവിലെ ഒന്നുമില്ല, റെസ്റ്റ്. മിസ്റ്റർ മലപ്പുറം ഓർമ്മ അവനെ വിളിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി പോയത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി അത് ലീവായിരുന്നു പരിപാടില്ല. വീഡിയോ കുടുങ്ങി. എന്റെ സാധനം എടുത്ത് തിന്നണതാ, കട്ടെടുത്ത് തിന്നു. ചെങ്ങായ ഇവിടെ വന്നോക്കാ, കണ്ടന്റാണ് നോക്കാ. പീനട്ട് ബട്ടർ ഇത് ഈത്തപ്പഴം പിന്നെ ക്ലാസ് ലെവൽ ക്ലാസ്. ഇത് പിന്നെ ഇതെന്താ അണ്ടിപ്പരിപ്പ്. വീഡിയോ കൊടുക്കണ്ടോ നോക്കത്തെ, വീഡിയോ കൊടുക്കണ്ടേ കണ്ടാ വേട്ട കിട്ടും. ഉള്ളി അറിയുന്നത് മുബാരി പിന്നെ നോക്കിക്കോ. പോയി പണിയെടുത്തോ. അപ്പോൾ ഓലവിടെ ഗ്രില്ലിൻ്റെ പരിപാടികളൊക്കെ റെഡിയാക്കേണ്ട ചെക്കന്മാർ. അപ്പോൾ അതൊന്ന് പോയി നോക്കാം. ഇതെന്താ പണി, കാരണം ഇപ്പം തന്നെ ലേറ്റ് ആയില്ലേ. അപ്പോൾ പിന്നെ ഓല ചെയ്യണ്ടോ ഇല്ല പോയക്കണ്ടേ. അതിനും പണിയുണ്ട്, 2 മണിയാണ് മെയിൻറ്റെയിൻ ചെയ്യണം. കരി ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാർക്കോൾ ഏകദേശം റെഡിയായി. പക്ഷെ നമ്മൾ അങ്ങനെ കത്തിക്കുന്നാണ് ഇപ്പോഴത്തെ വിഷയം. കാരണം അതല്ല മറ്റേ ഇത് കിട്ടി അതിന് പറയാ. നമ്മൾ നാളെ കത്തിച്ചില്ലേ കർപ്പൂരം കിട്ടിയില്ല. പൂട്ടിയാക്കെ നേരത്തെ കാലത്തെ പോലെ നോക്കണേ. പേപ്പർ കിട്ടണേ. അല്ല ചട്ട വേണ്ടി വരില്ലേ. ഇത് കത്തിക്കുക പറഞ്ഞാലാണ് ഏറ്റവും ടാസ്ക് പരിപാടി. കത്തി പിടിച്ചാ പിന്നെ ഇത് അടിപൊളിയാട്ടോ. കത്ര പേപ്പർ അത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ എന്തായാലും കുഴപ്പമില്ല. കത്ര പേപ്പർ. എന്താ വിജയ്, ഫുൾ ഓൺ വൈബല്ലേ? വൈബാണ്. എന്താ എന്റെ കണ്ണിനൊക്കെ ഒരു ഇത് ഒരു സുഖമില്ലാത്ത അതൊരു വൈബില് മൂടാണ്. എനിക്ക് മനസ്സിലായി മൂടാണിത്. ഇതെന്താണ് വറക്കത്തി? അതല്ലേ അത് വെച്ച് കണക്കെ കത്തുവോ? ഞാനും ഒരിക്കും വിളക്കത്തിക്കണൂടെ. വിളക്കത്തി എത്ര കത്തണമെങ്കിൽ ഇന്ന് 12 മണിയാവും. ആവും എന്തായാലും തിന്നണെങ്കില്. അപ്പൊ കൊറേ സമയമാവും. എനിക്ക് നാളെ രാവിലെ ജിമ്മിന് പോകാം. നേരത്തെ കിടക്കണം കേട്ടോ. ഇത് പുക മാത്രം പോണു. ഇത് അടി പോയി പിടിച്ച് ഞാൻ ഇങ്ങനെ നേരെ പിടിച്ചേ. ഇവല് ഇവിടെ കത്തിച്ചോളട്ടോ. നമ്മളൊന്ന് താഴത്ത് പോര്, കാരണം മസാല നമ്മളെ കഴിക്കലാണുള്ളത്. അപ്പൊ പിന്നെ അതും കൂടി കൊളയാല് ആകെ പണി പാളും. ഓക്കെ, അപ്പൊ താഴത്ത് പോയേക്കാം. അലയനൊക്കെ നേരെ പോകുന്ന അറിഞ്ഞ് കണ്ടറിഞ്ഞ് ആദ്യം ഫുഡ് അടിയിട്ടാവും. മുബാരി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ. മുബാരിക്കൊന്നും ചപ്പാത്തി കേട്ടോ എന്തായാലും ഇതിപ്പോ ഒരു 12 മണി ആവുന്ന ഒരു മട്ടം കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഫുഡൊക്കെ നിർത്താം.
നമ്മളെ കടല് കത്തിന് പക്ഷെ ഇന്ന് കത്തി കഴിക്കാനായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയി പോയില്ല. ഇതിക്ക് സുഖമായില്ലോ. ഇത് അനീസല്ല, അത് വേറെ, അത് ഉസ്മാൻ സൗക്കത്ത്. കുറച്ച് നമ്മള് കാശ്മീരി ചില്ലിയാണ് വേണ്ടിയത്. ചില്ല പേരുണ്ടായ നല്ല എരിവുള്ളതാണ്. നമുക്ക് കുറച്ചിട്ടുള്ളൂ. നിർബന്ധമായിട്ട് ഇത് ചെയ്യുമ്പോ ഇതിന്റെ കുരു എന്തായാലും ഒഴിവാക്കണ്ടോ, കാരണം അത് അതിന്റെ സ്വാധീനം ബാധിക്കും. അങ്ങനെ മക്കളെ നമ്മളെ അസർപ്പ് എത്തിക്കണ മക്കളെ. അസർപ്പ് അതോടെ എന്താ പരിപാടി? ഫുഡ് കഴിച്ചാ? കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോവാണേ. നമ്മള് ഗ്രില്ല് മീനുണ്ട്. മീൻ അടിച്ചാലാ? മീന് ഫിഷ് ഫിഷ് ഫിഷാ സിലോപ്പി ജിലേബി ജുലേബി അല്ലിന്ത അല്ലിണ്ട് ഇല്ലി ഇതാ സമയം ഇഷ്ടം പോലെ മീൻ. ആരോടുന്നാ വാങ്ങിയത്? ഞാൻ വാങ്ങിയത്. ആരോ ഇത് ഞാന് ജി അപ്പം നമ്മൾ കുറച്ച് ലൈറ്റായിട്ടാ, കാരണം ഉണ്ടാക്കി കഴിയാൻ കുറച്ച് നേരം വൈകി. കടയൊക്കെ പൂട്ടിയിട്ടല്ല നമ്മൾ ഇതാക്കണത്. അപ്പം അതിൻ്റേതായിട്ടുള്ള നേരം വൈകിക്കുണ്ട്. ഞാനും 2 ദോശ തന്നിട്ടാ, കാരണം 12 മണി വരെ പിടിച്ചേക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞാനും 2 ദോശയൊക്കെ തിന്നു. പിന്നെ ഇപ്പം എന്താണ്, പിന്നെ കുറേ ആൾക്കാർ ലീവിന് നാട്ടിൽ പോയതാട്ടോ. അതുകൊണ്ട് തന്നെ ഒരു വൈബ് ഫുള്ളായിട്ട് കിട്ടണില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല രസമാട്ടോ. ഇതിപ്പോൾ കുറേ സമയത്ത് നേരം വൈകിയോടെ കുറച്ച് ആൾക്കാർ മേലെ കണൽ റെഡിയാക്കൽ, ഓരോ സമയത്ത് അടിയിൽ ബാക്കി കാര്യങ്ങളും മീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ മറ്റേ ഫോണിൻ്റെ ഫ്ലാഷും കൂടി അടിച്ചു വെച്ചേക്കാം കേട്ടോ. കാരണം വെളിച്ചക്കുറവുള്ളതുകൊണ്ട് രാത്രി ഈ ഒറ്റ ബൾബ് ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ ഒരു വെളിച്ചം മതിയാവൂല. ഓക്കെ. എപ്പോൾ ആവാനാണോ എന്തിനാ ക്യാഷ് ഉണ്ടോ? നല്ല മീനിന്റെ മണം കേട്ടോ, വളരെ അടിപൊളി ഒരു മണം. സ്മെല്ല് ടി വി ആണ് കേട്ടോ. എന്താ പറയാ, ആകെ ഒരു മൂടോട്ടായില്ല. കാവലെന്ന് എന്ത് ചെയ്യാ? കൊടലി കത്തിയതാ? എന്റെ കൊടലി കത്തിയാ? ചെറുകൊടലി കത്തിയില്ല. വിജയിന് ചെറുകൊടലി കത്തിക്കണല്ലോ. അവരല്ല വീശലാട്ടെ വീശണത്. ഇപ്പൊ കറിയൊക്കെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ദോശയാണുള്ളത്. ദോശയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ. കാണിച്ചടിക്കാം. ഇത് നല്ല നെയ്ദോശയാണ്. പിന്നെ അതിക്ക് കറി മുട്ടക്കറി കേട്ടോ, മുട്ട പൊട്ടിച്ചു പറഞ്ഞ നല്ല കറി. അതിക്ക് നമ്മളെ സ്പെഷ്യൽ മീൻ കൂടി ആയിട്ടുള്ളത്. ഇത് വിഷയമാണ് ഗൈസ്. അപ്പോൾ മക്കളത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കണൊക്കെ അമർത്താം. നിങ്ങൾ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ നീച്ചിക്കാണ്ട് ഇപ്പോൾ കടിക്ക് പോകാൻ നിൽക്കണം. അപ്പോൾ കുളിച്ചിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇറങ്ങിയാൽ പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കും. ഇതിങ്ങനെ നോക്കിയാണ്ട് കിളികൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം കഴിയാണ്ട് നോക്കിയാണ്ട് കുറച്ച് നേരം നിൽക്കും. ഇങ്ങോട്ടും കടി പോയാലും പക്ഷെ നേരത്തെ കുളിച്ചിക്കാണ്ട് ഒരു ആശ്വാസത്തിലൊക്കെ ചായ കുളിച്ചിക്കാണ്ട് നേരെ പോകും. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ. ഓക്കെ.